മാസമായി ഞാൻ ഈ ഒരു ക്രീം എന്റെ ഫേസിൽ യൂസ് ചെയ്യുന്നിട്ടോ. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് നിങ്ങൾ പുറത്ത് പോവുകയാണെങ്കിൽ നിങ്ങൾ കൺസീലറോ ഫൗണ്ടേഷനോ മേക്കപ്പ് ഒരു താങ്ക് നിങ്ങൾ മുഖത്തിടണ്ട. ഈ ഒരു സാധനം നിങ്ങൾ യൂസ് ചെയ്താൽ മതി. നിങ്ങളുടെ മുഖം പളപ്പളപ്പളാച്ച് നല്ല ഗ്ലോ ആയിട്ട് ബ്രൈറ്റ് ആയിട്ട് ഇരിക്കട്ടെ. സോ അത് മാത്രം നിങ്ങൾ ഇട്ടാൽ മതി. ചെറിയ കുട്ടികൾ തൊട്ട് വലിയവര് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന കിടിലൻ സാധനമാണ്. ബോയ്സിന് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഫേസ് ഭയങ്കരമായിട്ട് ഇതുപോലെ ഇങ്ങനെ ഗ്ലോ ആയിട്ട് നിൽക്കട്ടെ. നല്ല ബ്രൈറ്റ് ആവും. സ്കിന്നിൽ ഒന്നും നിങ്ങൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. നിങ്ങൾക്ക് ഈ പറഞ്ഞ മേക്കപ്പ് ഒക്കെ ഇടാൻ ഭയങ്കര ചടപ്പുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സാധനം മാത്രം യൂസ് ചെയ്താൽ മതിയിട്ട് കിടിലൻ സാധനമാണ്. ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് എന്നേക്ക് 6 മാസമായി. നല്ല അടിപൊളിയാണ്. എല്ലാവരും ചോദിക്കും എന്താ മുഖത്തിടല്. ഞാൻ ആരോട് പറഞ്ഞു കൊടുക്കലൊന്നുമില്ല. സോ ഫൈനലി ഞാൻ അത് ഇങ്ങോട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോവാണ്. സോ അപ്പൊ ഇതാണ് കേട്ടോ. അപ്പോ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതും, എന്താ ബെനിഫിറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെനിഫിറ്റ്സ് ഈ പറഞ്ഞ സാധനം മാത്രമാണ്. അതായത് പുറത്തൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് കണ്ണി കണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തേക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടല്ലേ. കയ്യിൽ 5 പൈസ ഇല്ല. പക്ഷേ നിങ്ങളുടെ ഫേസ് ഭയങ്കരമായിട്ട് ഗ്ലോ ആവണം, എല്ലാവരും നിങ്ങളെ നോക്കി നിൽക്കണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സാധനം യൂസ് ചെയ്താൽ മതി. ഇത് മാത്രം നിങ്ങൾ ഇട്ട് പുറത്തേക്ക് പോയാൽ മതി. സോ ചെറിയ കുട്ടികൾക്ക് വരെ യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾ സ്കൂളിൽ പോകുന്നവരാണെങ്കിലും ഭയങ്കര അടിപൊളിയാണ്. നിങ്ങൾക്കൊരു പാർട്ടി ഉണ്ട്, പരിപാടി ഉണ്ട്, എല്ലാത്തിനും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ സാധനമാണ്. ഇത് മാത്രം ഇട്ട് പോയാൽ മതി. വേറെ ഒന്നും നിങ്ങൾ ഇടണ്ട. ഫൗണ്ടേഷൻ ഒന്നും വാരി വലിച്ചിട്ടേ വേണ്ട കേട്ടോ. സോ നിങ്ങൾക്ക് എന്ത് വലിയ ഫംഗ്ഷൻ ആണെങ്കിലും ഈ ഒരു ക്രീം യൂസ് ചെയ്താൽ മതി. അപ്പൊ ഇത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടിട്ട് വരാം. ഇതൊരുവിധം എല്ലാവർക്കും അറിയാം, നമ്മുടെ ഫേസസ് സ്കാനറിന്റെ സ്ട്രോപ്പ് ക്രീം. സോ അടിപൊളിയാണ്. അതിൽ സിൽവർ ആണ് കേട്ടോ, കിടിലൻ. കാരണം ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് വാങ്ങിച്ചതാണ്. ഞാൻ എൻ്റെ സ്കിൻ ടോൺ ചില സമയങ്ങളിൽ മാറലുണ്ട് ഓതിൻ്റെ പോലെ. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ അങ്ങനെ നിങ്ങളുടെ സ്കിൻ ടോൺ മാറുന്നവരാണെങ്കിൽ നിങ്ങൾ ഇപ്പോഴും സിൽവർ യൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ. നല്ല രീതിയിൽ എല്ലാ സ്കിൻ ടോണും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ തന്നെ അബ്സോർവ് ചെയ്യുന്നത്. പക്ഷേ ഗോൾഡ് അത്ര പോരാ. കാരണം ഗോൾഡ് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അത്ര വലിയ പീച്ചും പോരാ. സിൽവറാണ് ഏറ്റവും ബെറ്റർ. അപ്പൊ ഞാൻ നിങ്ങൾക്കൊരു ഡെമോ കാണിച്ചു തരാം. ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് കറക്റ്റ് ആയിട്ട് എന്നുള്ളത് കേട്ടോ. അപ്പൊ ഞാൻ കുറച്ചൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഇപ്പൊ ഞാൻ എന്തായാലും പുറത്ത് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യാറെന്നുള്ളത്. സോ ഞാൻ നോർമലി മോയ്സ്ചറൈസർ ഒന്ന് യൂസ് ചെയ്യട്ടെ. ഞാൻ നോർമലി ഡയറക്റ്റ് ആയിട്ട് ഇടാറുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെ ചെയ്യാറുണ്ട്. ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു കല്യാണം കാര്യങ്ങളൊക്കെ വരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം. സോ ഇനി വോയിസ് ഓവർ കൊടുക്കാം. ഈ ഒരു ഇടായിട്ട് ഇപ്പം ഞാൻ ഫൗണ്ടേഷനൊക്കെ ഒഴിവാക്കിയിട്ട് മോയ്സ്ചറൈസർ യൂസ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ മണ്ടമേൽ ഞാൻ എന്ത് ചെയ്യുന്ന പറയുക, കൺസീലർ യൂസ് ചെയ്യും. സത്യം പറയല്ല, ഫൗണ്ടേഷൻ എടുത്ത് വലിച്ചെറിയാൻ തോന്നും. കാരണം കൺസീലർ എന്ത് അടിപൊളിയാണെന്നറിയോ, ഇട്ട് കൊടുക്കാനും. അതേപോലെ തന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞ നമ്മുടെ ഫേസ് ഭയങ്കരമായിട്ട് ലൈറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. അതായത് ഒരു എന്തോ സാധനം ഇട്ട് കൊടുത്തതുപോലെ ഒന്നുമല്ല. മറ്റേ ജഗദീഷ് എന്തോ ഒരു പടത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും, ചതിക്കാത്ത ചന്തുല, അതുപോലെ ഒന്നുമല്ല. ഇത് ഭയങ്കര അടിപൊളി, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഞാൻ ഞാൻ ഐഷാഡോ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ, ബ്രൗൺ ഷെയ്ഡ്, ഒന്ന് കാണാത്ത രീതിയിൽ. എന്നിട്ട് ഞാൻ ചെയ്യുന്നതാണ് സ്ട്രോപ്പ് ക്രീം യൂസ് ചെയ്യും. സോ അത്യാവശ്യം ക്വാണ്ടിറ്റി എടുത്തിട്ട് യൂസ് ചെയ്യുക. ഞാൻ ചീക്കിൻ്റെ അവിടെയും നോസിൻ്റെ അവിടെയും അതേപോലെ തന്നെ നെറ്റിൻ്റെ അവിടെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, നിങ്ങളിത് ഡയറക്റ്റായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാതിരിക്കുക കേട്ടോ. കാരണം അങ്ങനെ ചെയ്യുന്നവരുണ്ട്, ചെയ്യുന്നതിൽ കുഴപ്പമില്ല. നല്ല സ്കിൻ ഉള്ളവരാണെങ്കിൽ ചെയ്യാം. അല്ല, സ്കിന്നിൽ കുരു, പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഡയറക്റ്റായിട്ട് ഒരിക്കലും ഈ സാധനം യൂസ് ചെയ്യാൻ പാടില്ല. ഭയങ്കരമായിട്ട് പിഗ്മെൻറ്റേഷന് വരും. അത് അനുഭവം കൊണ്ട് പറയണം. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് അതിൻ്റെ മണ്ടമ കൊണ്ടുപോയിട്ട് യൂസ് ചെയ്യുക ഈ ഒരു സ്ട്രോപ്പ് ക്രീമൊക്കെ കേട്ടോ. ഡയറക്റ്റ്ലി യൂസ് ചെയ്യരുത്, എൻ്റെ റിക്വസ്റ്റാണ്. സോ നിങ്ങൾ എൻ്റെ ഫേസ് നോക്കുക, നല്ല രീതിയിൽ ഗ്ലോ ആയിട്ടുണ്ട്. നമ്മുടെ ആ ഒരു സിൽവർ സ്ട്രോപ്പ് ക്രീം എങ്ങനെ അതുപോലെ തന്നെ ആയിട്ടുണ്ട് നമ്മുടെ ഫേസ്. കണ്ടോ, നല്ല രീതിയിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. കണ്ടോ, തിളങ്ങുന്നില്ലേ? സിൽവർ യൂസ് ചെയ്താൽ അങ്ങനെയാണ് ഇരിക്കുക, ഒരിക്കലും തെറിച്ച് നിൽക്കൂല. നിങ്ങൾ ഈ ഒരു സിൽവർ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കണ്ടല്ലോ, ഞാൻ ഇങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് ഫേസിൽ ചെയ്യാറ്. ഈ സ്ട്രോപ്പ് ക്രീം ഒരുവിധം എല്ലാവർക്കും അറിയാം. ഞാനിത് പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ്. കുറേ ആയി ഇത് വാങ്ങിച്ചിട്ട് കേട്ടോ. ഞാൻ എന്താ പറയാ, കുറേ ആയി എനിക്ക് സ്ട്രോപ്പ് ക്രീം വാങ്ങണം. അപ്പൊ എനിക്ക് തോന്നി ഇതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഫേസ് സ്കാനറിന്റെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് സിൽവറിന്റെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് സിൽവറിന്റെ ആണ് കേട്ടോ. ഇത് സിൽവറിന്റെയാണ് 30 ml. അതാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. പൈസ നല്ലോണം ഉണ്ട് കേട്ടോ. 600 സംതിങ് അറ്റുണ്ട് തോന്നുന്നു. ഞാൻ കടയിൽ പോയപ്പോൾ 600 സംതിങ് അറ്റുണ്ടെന്ന് വാങ്ങിച്ചു. നല്ലോണം പൈസ ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഈവൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ മടിയുള്ളവരാണെങ്കിൽ ഇത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഫൗണ്ടേഷൻ വേണ്ട, കൺസീലർ തന്നെ യൂസ് ചെയ്ത് ഇതിന്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഭയങ്കര അടിപൊളിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടോ. ഞാൻ എന്തായാലും അപ്ഡേറ്റ് ആയിട്ടുള്ള മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കാറുണ്ട് പുറത്ത് പോകുമ്പോൾ ഞാൻ എന്താ ചെയ്യാറ്. അപ്പോൾ ഞാൻ ഇതാണ് യൂസ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിരുന്നു.